ഹലോ ഡിയർ യങ്സ്റ്റേഴ്സ്. തോബിയാസിന്റെ ജീവിതത്തിലെ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഞാൻ പറയട്ടെ. തോബിയാസ് എന്തൊക്കെ നെഗറ്റീവ് സിറ്റുവേഷൻസ് വന്നാലും, എത്രയൊക്കെ ഹാപ്പി ആയാലും എത്രയൊക്കെ സാഡ് ആയാലും ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ തോബിയാസിന്റെ പോലെ എന്തൊക്കെ സിറ്റുവേഷൻസ് വന്നാലും നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാനും ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ടോ? ഇനിയിപ്പോ അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ അതിലെന്തൊക്കെ തകരാറുണ്ട് കേട്ടോ. ഇപ്പോ പ്രാർത്ഥന എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഒരു ബോറിംഗ് പരിപാടിയായിട്ടാണ് നമ്മൾ കാണാറ്. അതിന് കാരണം നമ്മൾ ഇഷ്ടമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ എന്തൊക്കെ തകർച്ചയുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യണത്. നമുക്ക് തോബിയത്തിന്റെ പുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കും, സാറയുടെ തോബിയാസിന്റെ കല്യാണ രാത്രി അവർ തന്നെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ. അതൊക്കെ അവർക്ക് സാധ്യമായത് മിസ്റ്റർ അപ്പാൽമാലക അവരുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടും അവരതിനുവേണ്ടി പ്രേരിപ്പിച്ചത് കൊണ്ടും ഏറ്റവും പ്രത്യേകമായിട്ട് അവരുടെ ആ പ്രാർത്ഥന നിയോഗങ്ങളൊക്കെ ദൈവത്തിന്റെ തിരുമുമ്പിൽ വളരെ മനോഹരമായിട്ട് മാലാക സമർപ്പിച്ചത് കൊണ്ടാണ്. നമ്മളെങ്ങാനും ഈ ഒരു പ്രാർത്ഥിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മിസ്റ്റർ അപ്പാൽമാലക നമ്മളെ എന്തായാലും സഹായിക്കട്ടോ. പ്രത്യേകമായിട്ട് ഈ തിരുനാളിനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിഷമങ്ങളായാലും പ്രാർത്ഥന നിയോഗങ്ങളായാലും സന്തോഷങ്ങളായാലും മിസ്റ്റർ അപ്പാൽമാലയ്ക്ക് നമുക്ക് സമർപ്പിക്കാം. മിസ്റ്റർ അപ്പാൽമാലയുടെ മധ്യസ്ഥത്തോടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കാം.